ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം എന്തായാലും മണ്ഡലമാസമൊക്കെ തുടങ്ങിയതല്ലേ, അപ്പം അച്ഛൻ എന്തായാലും പറഞ്ഞു നമുക്ക് ചാലിയത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടേക്ക് പോവുകയാണ്. അപ്പം അച്ഛനും അനിയനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാനും ഏട്ടനും. അപ്പം ഇതാണ് ആ ഒരു ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം അഴീക്കര ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നുണ്ട്. മഹാശിവരാത്രി ദിനത്തിലാണ് ഇവിടെ ഉത്സവം ആചരിക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശിവനാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള, ഞങ്ങൾക്ക് നല്ല ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ആൽമരത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ആൽമരത്തിനകത്താണ് ശ്രീകോവിലും ആ ഒരു പണിതിരിക്കുന്നത്. പണ്ട് മുതൽക്കുള്ള ഈ ഒരു ശ്രീകോവിൽ ജീർണിച്ച്, അപ്പം അതിന് ഒരു പ്രൊട്ടക്ഷൻ എന്നോണമാണ് ഈ ഒരു ആൽമരം വന്നതെന്നാണ് വിശ്വാസം. അപ്പം അതങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് തന്നെ അറിയപ്പെടുന്നത്. ആ ഒരു ശ്രീകോവിലിന് ഒരു പ്രൊട്ടക്ഷൻ എന്നോണമാണ് ആൽമരം ഇപ്പോഴും നിൽക്കുന്നത്. വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം തന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. അതിപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല അവർ. പിന്നെ അതിനോട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ഒരു ഗോശാലയുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് അറിയപ്പെടുന്നത്. ഗണപതി, ദുർഗ, അയ്യപ്പൻ എന്നിവരാണ് ഉപദേവതകളായിട്ടുള്ളത് ക്ഷേത്രത്തിൽ. പിന്നെ നമ്മൾ ഗോശാലയിലെത്തി കുറച്ച് നേരം പശുക്കളുടെ അടുത്തായിരുന്നു. അപ്പം ഏട്ടനും പിന്നെ അതുപോലെ തന്നെ റിത്തോസും എല്ലാം കൂടെ അവിടെ എത്തി. അപ്പോൾ അതേ ഒരു കുഞ്ഞ് പൈക്കിടാണ്ടായിരുന്നു. അവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു കുഞ്ഞ് കിടാവുണ്ടായിരുന്നു, അത് അമ്മയുടെ പാലും കുടിച്ച് നിൽക്കുകയാണ്. അപ്പം കുറച്ച് നേരം അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനെ ശല്യപ്പെടുത്തിയിട്ടൊന്നുമില്ല. കുഞ്ഞി പൈക്കിടാവ് എന്തായാലും പാല് കുടിക്കുന്ന തിരക്കില്ലായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോകുന്നതാണ്. അങ്ങനെ ഇതേ അവിടെയുള്ളൊരു പശുവാണിത്. അപ്പം അവനെ കെട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏട്ടൻ താഴേക്ക് ഇറങ്ങിയതും ഏട്ടനെയായിരുന്നു അവൻ ഫോക്കസ് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നേരം വയ്യാതെ നടന്നു. പിന്നെ ഏട്ടൻ ഓടി കയറിയതാണ് മുകളിലേക്ക്. ആരാ പെർമിഷൻ ചോദിക്കാണ്ട് ഗോശാലയിൽ ഇറങ്ങി ചോദിച്ചു. അങ്ങനെ ക്ഷേത്രമൊക്കെ ചുറ്റി ഞങ്ങൾ നേരെ ചെന്നത് ഭക്ഷണശാലയിലേക്കാണ്. ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു അന്നദാനം നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ ചേച്ചിമാരുണ്ടാക്കിയ നല്ല അടിപൊളി ഉപ്മാവായിരുന്നു. അപ്പം വയറ് നിറയെ കഴിച്ചിട്ട് നമുക്ക് പോരാ, അത്രയും അവർ നമുക്ക് തരുന്നുണ്ട്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ഉപ്മാവ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഉപ്മാവിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് അവിടുത്തെ വഴിപാട് വിവരങ്ങൾ. പിന്നെ നമ്മൾ ചെന്നപ്പോൾ അവിടെ നാഗപൂജയ്ക്കുള്ള ബുക്കിങ്ങും ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ഡേറ്റ് എന്നാന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം എന്തായാലും അതിൻ്റെ ഒരു ബുക്കിംഗ് കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നിലായിട്ടുള്ളൊരു നമ്മുടെ ഒരു ചുമരിലുള്ള ഒരു പിക്ചറാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങുമ്പോഴേക്കും ഏകദേശം ആ ഒരു സൂര്യൻ നന്നായിട്ട് ഉദിച്ച് വന്നിട്ടുണ്ട്. അപ്പം നല്ല വെയിലായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. അപ്പം ചാലിയം കടലുണ്ടി ബീച്ചിലേക്കാണ് ഇനി നേരെ പോകുന്നത്. ചാലിയം ജങ്കാറിലാണ് നമ്മളിപ്പോൾ എത്തിയത്. ഋത്തുസേ ജങ്കാർ കയറിയണ ഋതു? ഇന്ന് ജങ്കാർ ഉണ്ടാവില്ല, ഹർത്താലല്ലേ. അപ്പം ഇന്ന് എന്തായാലും ഹർത്താലായതുകൊണ്ട് തന്നെ ആയിരിക്കും ജങ്കാർ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ ജങ്കാർ വഴി ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പം നന്നായിട്ട് വെയിലുണ്ടായിരുന്നു, ആ ഒരു ഉതുപ്പ് നന്നായിട്ട് തട്ടുന്നുണ്ടായിരുന്നു. അപ്പം നവീകരിച്ച ബീച്ചിലോട്ട് ഫസ്റ്റ് ടൈമാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും മുഴുവനായിട്ട് പണി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പണി നടക്കുന്നുണ്ട്. ഓഷ്യൻ സഫാരി നല്ല കളറല്ലേ. പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ നോക്കും മറ്റേ അതുപോലെ തന്നെ സൂര്യനെ അസ്തമിച്ചിട്ട്
ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം പണി കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും പണികൾ ബാക്കിയാണ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയായിരിക്കും. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ആയിരിക്കും ഇവിടെ. അപ്പം ഞങ്ങളിതേ ചെന്നപ്പം ഒരു അമ്മ ആടുണ്ട്, ഒരു കുഞ്ഞി ആടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബീച്ച് സൈഡിൽ നമുക്ക് ഹോഴ്സ് റൈഡിങ് കാണാം. അവർ തന്നെ പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം 2 ആളുകൾ അവിടെ ഇങ്ങനെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്ര രാവിലെ ആയിട്ട് പോലും ഒരുപാട് ഫാമിലീസിനെ നമുക്കവിടെ കാണാം. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഒരുപാട് ഫാമിലീസ് മക്കളെയും എല്ലാവരും കൂട്ടിയിട്ട് അവിടെ ഉണ്ട്. അവിടെ തൊട്ടടുത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കണം. വേഗം പോയി കുറച്ചു നേരം കളിച്ചോ. അങ്ങനെ ബീച്ചിലും കഴിഞ്ഞ് അവിടെ നമുക്ക് കളിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നതാണ്. നേരെ നമ്മളിത് ഫറോക്ക് പാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കുണ്ട്. അപ്പം അവിടേക്ക് എത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം ഇതിപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും ഇല്ല, നല്ല ശാന്തമായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് തോന്നി. പക്ഷേ വെയിൽ നല്ലൊരു പണി തന്നിട്ടുണ്ട്, കാരണം നല്ല വെയിലായിരുന്നു. ആ ഒരു ചൂടും നന്നായിട്ടുണ്ട്. അമ്മച്ച മെയിനായിട്ട് ഇരിക്കാൻ വരുന്നതാ. അമ്മച്ച നല്ല ഇതാ സ്ലൈഡിൽ പോയിരിക്കോ? അവിടെ ഇല്ല, അതാ സ്ലൈഡ് ഇതാ. ഊഞ്ഞാലടിക്കോ, ഈ സ്ലൈഡ് ചെയ്തോ. വാ വാ അപ്പുറത്തെ കൂടി അതില് പോര്. ഇനി അങ്ങോട്ട് പോ. മോളത്തിൽ വയ്ക്കുന്ന വെയിലുണ്ടാവില്ല. കേറ് കേറണം. ഇനി വാ, ഇതിലൂടെ വാ. അപ്പുറത്ത് കൂടി ഇതിലൂടെ അതിലൂടെ വന്നോ, എന്നാ വെയിലില്ല. വിട്, കൈ വിട്, കൈ വെക്കരുത് കേട്ടോ, നമ്മൾ കുടുങ്ങി പോവടെ. കിട്ടിയോ? ഹലോ, ഇതെന്താ മൂന്ന് ഭാഗത്ത് എന്താ എന്താ അവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല തരേ. നിങ്ങൾക്ക് എന്താ അവിടെ ഇരിക്കണ? പോണില്ലേ? ചുമ്മാ. അങ്ങനെ റിത്തോസിനെ കുറച്ചു നേരം പാർക്കിൽ കളിപ്പിച്ച ശേഷം നേരെ വീട്ടിലോട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഒരു ഭക്ഷണത്തിൻ്റെ തിരക്കാണ്. കാരണം എന്താ വെച്ചാൽ സൺഡേ ഞാൻ നൈറ്റ് കയറുന്നതുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിൽ നിന്ന് പോരണം. അപ്പം എന്തായാലും വേഗം ഭക്ഷണമെല്ലാം ആക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം പോരണം. അപ്പം നമ്മളിത് ഇന്നൊരു ചെറിയ വെജ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൻ്റെ സൈഡായിട്ട് നമ്മളിത് കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്ന് എനിക്ക് അടുപ്പ് കണ്ടപ്പോൾ അടുപ്പിൽ ചെയ്യാനുള്ളൊരു പൂതി കൊണ്ടാണ് ചെയ്തത്. അപ്പം കുറേ ആയി അടുപ്പിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നപ്പം അടുപ്പത്ത് വെച്ച് നമ്മളിത് ചീനച്ചട്ടിയിൽ കോളിഫ്ലവർ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബാക്കി പണികളൊക്കെ നമ്മളിത് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോയാബീൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ ഗ്യാസിൽ തന്നെ എടുത്തു, കാരണം അടുപ്പിനെ മാത്രം പ്രതീക്ഷിച്ചിരുന്നാലും നമുക്ക് പെട്ടെന്ന് പണി കഴിയില്ല. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചമ്മന്തിയാണ്. ചമ്മന്തി ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഇതേ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പം നമ്മുടെ ചോറൊക്കെ അവിടെ നിന്ന് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതേ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു കുഴച്ച് വെച്ച കോളിഫ്ലവറിൻ്റെ ആ ഒരു ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് നേരം ഇത് വെച്ചതിന് ശേഷമാണ് ഇപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി നമ്മളിത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഗീ റൈസ് കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടനും റിത്തോസിനും വേണ്ടിയിട്ട് കുറച്ച് ഗീ റൈസ് മാറ്റി വെച്ചതാണ്. അപ്പം അതിലിതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടു. പിന്നെ അതിലേക്ക് ഇഷ്ടൂൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സ്റ്റൂ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിച്ചു. റിത്തൂസ് ഇതേ ഉറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഉടനെ ആ ഒരു ഹോർലിക്സിൻ്റെ പാക്ക് കണ്ടിട്ട് അത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം വിളമ്പി ഇനി ഇതൊക്കെ കഴിച്ച് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ നൈറ്റ് കയറേണ്ടതുകൊണ്ട് 5 മണിക്കാണ് ഇന്ന് നൈറ്റ് കയറുക.
അപ്പം നേരത്തെ തന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇനിയിപ്പം ഞാനും ഭക്ഷണം കഴിച്ച് ഇനി ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഞാനിപ്പം ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് റീൽസിനുള്ള വീഡിയോസ് എടുക്കുമായിരുന്നു. അച്ഛനും ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൊത്തത്തിലൊന്ന് കുറച്ച് റീൽസ് ഉണ്ട്, അതിൻ്റെ കുറച്ച് ക്ലിപ്സാണിത്. റെഡി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ എരഞ്ഞിപ്പാലത്തുള്ള ഈ ഒരു ഇളനീ ജ്യൂസ് കടയിൽ കയറിയത്. അങ്ങനെ കൊയ്യേരി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അവിടെ കയറി ഒരു ജ്യൂസ് കുടിച്ചു, പിന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ.